ധന്യമായൊരു പ്രക്ഷേപണ കല തൻ്റെ ജീവിതമാക്കി മാറ്റിയ വാർത്താ വായനക്കാരനായിരുന്നു രാമചന്ദ്രൻ. ഇന്നലെ അദ്ദേഹം അന്തരിച്ചു. നിങ്ങൾക്കറിയുന്നത് പോലെ ഒരുപാട് കാലം നമ്മൾ ഒന്നിച്ച് തിരുവനന്തപുരത്തെ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തെ കാണുന്നതിന് എത്രയോ കാലം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പിന്തുടരുന്നുണ്ടായിരുന്നു. കാര്യം ഏതായാലും നാട്ടുവഴികളിലൂടെ ഇരുട്ട് വീണ് തുടങ്ങുമ്പോൾ വീട്ടിലേക്കൊക്കെ മടങ്ങുന്ന വേളയിൽ രാമചന്ദ്രൻ വാർത്ത വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സ്വയം അഭിനയിച്ച് നോക്കുമായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 12:40 10 മിനിറ്റ് ദൈർഘ്യത്തിൽ ഈ കൗതുക വാർത്തകൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്തിരുന്നത്. എന്നാൽ ചില പ്രേക്ഷകരെങ്കിലും ഇപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ മാവേലിക്കര രാമചന്ദ്രനും ഈ രാമചന്ദ്രനും ഒന്നാണ്. ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ്. മാവേലിക്കര രാമചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വാർത്ത വായിച്ചു, രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത വായിച്ചു. മാവേലിക്കര രാമചന്ദ്രനും ഇടയ്ക്ക് ഇങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്നും ആളുകൾക്കറിയില്ല. ഇന്നലെയാണ് പൂജപ്പുരയിലെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നത്. തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിലുള്ള SK ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, വാർദ്ധക്യ സഹജമായ അസുഖമായി കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം അന്ത്യം സംഭവിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ. എന്തായാലും ഇന്ന് രാവിലെ 10 മണിവരെ മുടവൻ മുകളിലെ അദ്ദേഹത്തിൻ്റെ സ്വവാസിയിൽ പൊതുദർശനം ഉണ്ടാകും. അതുപോലെ രാവിലെ 10:30 മണി മുതൽ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിലും പൊതുദർശനം നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മങ്ങളും നടക്കുന്നുണ്ട്. കാര്യം ഒരു കുറേ അധികം കാലം, ഏതാണ്ട് 10-30 കൊല്ലത്തിലധികം റേഡിയോയുടെ ആത്മാവായി മാറിയ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രണ്ടുപേരായിരുന്നു അന്ന് വാർത്താപാരായണത്തിൽ ഏറ്റവും പ്രശസ്തർ. ഒന്ന് പ്രതാപൻ, ഒന്ന് രാമചന്ദ്രൻ. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ റേഡിയോ പെട്ടിക്ക് അടുത്തേക്ക് വരുന്നൊരു കാലം കേരളത്തിനുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ വായന ലഭ്യമായിരുന്നു. കാര്യം വിദേശ നാടുകളിലെ ചില സ്വകാര്യ റേഡിയോ ചാനലുകളിലൊക്കെ തന്നെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം നമ്മുടെ 24-ൻ്റെ 2 പരിപാടികളും അദ്ദേഹം ശബ്ദം പകർന്നിരുന്നു. ഒന്ന് കൗതുക വാർത്തകൾ, മറ്റൊന്ന് കണ്ടതും കേട്ടതും. അതുപോലെ ലീൻ ബി ജസ്മസ് കൈരളിയിൽ അവതരിപ്പിച്ച സാക്ഷി എന്ന പരിപാടിയിൽ അദ്ദേഹമായിരുന്നു ശബ്ദം. അവസാനം സാക്ഷി രാമചന്ദ്രൻ എന്ന് പോലും അദ്ദേഹം അറിയപ്പെട്ടു. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ആ പരിപാടി ഒരുപാട് ആളുകളെ ആകർഷിച്ചിരുന്നു എന്നത് മറ്റൊരു കാര്യം. രാമചന്ദ്രൻ്റെ ശബ്ദം അത് ഒരിക്കൽ കേട്ടാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. താരതമ്യങ്ങളില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു പ്രക്ഷേപണ സംസ്കാരമാണ് അദ്ദേഹം ശ്രോതാക്കളിലേക്ക് പകർത്തിയത്. ഇപ്പോൾ പൂജപ്പുര മുടവൻ മുകളിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ സലീം മാലിക്കുണ്ട്. സലീം തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. സലീം, യഥാർത്ഥത്തിൽ വളരെ സങ്കടത്തോടെ മാത്രമേ എനിക്ക് രാമചന്ദ്രൻ ചേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിക്കാൻ കഴിയൂ. എനിക്ക് ഒരു വ്യക്തിപരമായ ഒരു പ്രക്ഷേപകനുള്ള ബന്ധമായിരുന്നില്ല. അദ്ദേഹം എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം വരികയും അങ്ങനെ വീടുമായിട്ടൊക്കെ വലിയൊരു ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റു രീതിയിൽ പറഞ്ഞാൽ സലീം മാലിക് ഞെട്ടിപ്പോകരുത്, എൻ്റെ കല്യാണത്തിനും എൻ്റെ മകളുടെ കല്യാണത്തിനും സംബന്ധിച്ച ഒരാളാണ് രാമചന്ദ്രൻ. പറയൂ. SKN തീർച്ചയായും SKN അദ്ദേഹമായിട്ടുള്ള ആത്മബന്ധം അത് പലപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ തന്നെ തിരുവനന്തപുരം ബ്യൂറോയിലെ ക്യാമറാമാന്മാരും ഒപ്പം തന്നെ ഡ്രൈവർമാരും ഒക്കെ ഈ നമ്മുടെ തന്നെ ചാനലിലെ പരിപാടികൾക്ക് ശബ്ദം നൽകാനായി, അദ്ദേഹത്തിന്റെ ശബ്ദം ലഭിക്കാനായി ഇവിടേക്ക് വരുമ്പോഴൊക്കെ ആ ആത്മബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനായിരുന്നു. നമ്മൾ ഇന്നലെ മുതൽ അങ്ങനെയുള്ളവരുടെ, നമ്മുടെ ക്യാമറാമാന്മാരുടെയൊക്കെ അനുഭവങ്ങളും നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ ഈ വീട്ടിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന മുടവൻ മുകളിലെ വീട്ടിൽ ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. ഇന്നലെ ഉച്ച മുതൽ ഇവിടെയാണ് പൊതുദർശനം. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിയത്. ഇതിനുശേഷം ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മകൻ വിദേശത്തു നിന്നെത്തി. അതിനുശേഷം മറ്റ് ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് 10:30 വരെ ഈ മുടവൻ മുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരാം എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് 10:30 ഇവിടെ നിന്നും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലേക്ക് കൊണ്ടുപോകും. അവിടെ 1 മണിക്കൂർ സമയം പൊതുദർശനമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ അവിടെ നിന്നും നേരെ തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് പോകും. തൈക്കാട് ശാന്തി കവാടത്തിലാകും സംസ്കാര ചടങ്ങുകളൊക്കെ ഉണ്ടാവുക. SKN തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനത്തെ വാർത്താ വായനയും അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങുകയാണ്. സംഭവബഹുലമായൊരു ജീവിതം എന്നല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം അത്രയധികം അനുഭവങ്ങളുണ്ട്, അത്രയധികം വാർത്താ അനുഭവങ്ങളുണ്ട്, വായനാ അനുഭവങ്ങളുടെ ഏറ്റവും ഒടുവിൽ വരെയും ഏറ്റവും അവസാന കാലം വരെയും ഈ വാർത്ത വായന, അതല്ലെങ്കിൽ വാർത്തയ്ക്ക് ശബ്ദം നൽകുക എന്നത് അദ്ദേഹത്തിന് അത്രയും വലിയ താല്പര്യമുള്ള
ഒന്നുമായിരുന്നു. 24-ന്റെ തന്നെ പരിപാടികളിൽ കൗതുക വാർത്ത 24 ഈ അദ്ദേഹം തന്നെ അവതരിപ്പിച്ച ആകാശവാണിയിൽ അവതരിപ്പിച്ച കൗതുക വാർത്തയുടെ പാറ്റേണിൽ 24 അത്തരത്തിലൊരു പരിപാടി തുടങ്ങിയപ്പോൾ അതിന് ശബ്ദം നൽകിയതും രാമചന്ദ്രൻ സാറായിരുന്നു. അതിനുശേഷം അദ്ദേഹം അതിന്റെ 100-ാം എപ്പിസോഡിൽ 24-നൊപ്പം ചേർന്നപ്പോൾ പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടിയാണ്, തനിക്കറിയാവുന്ന ജോലി ചെയ്യാൻ തനിക്ക് അത്രയധികം സന്തോഷമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും അവസാനം വരെയും തന്റെ ശബ്ദം കൊണ്ട് ജീവിക്കാൻ കഴിയുക, അങ്ങനെ അറിയപ്പെടാൻ കഴിയുക എന്ന് ആഗ്രഹിച്ചിരുന്ന മനുഷ്യനായിരുന്നു എം രാമചന്ദ്രൻ. അദ്ദേഹം കഴിഞ്ഞ ഏറെ നാളുകളായി ആശുപത്രിവാസമൊക്കെ ആയിരുന്നു. ഈ വാർദ്ധക്യ സഹജമായ സ്വാഭാവികമായ അസുഖങ്ങൾ മൂലം ഏറെക്കാലമായി ആശുപത്രികളിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ആശുപത്രിയിൽ നിന്ന് തിരികെ വരികയും വീണ്ടും ആശുപത്രിയിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 തിരുവനന്തപുരത്തെ SK ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നത്. SK. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി വിജയലക്ഷ്മി കേരള സർവകലാശാലയുടെ സീനിയർ ഓഫീസറായിരുന്നു. അവരും നേരത്തെ മരിച്ചിരുന്നു. അതോടെ അദ്ദേഹം ഒരു ഏകദേശം വീട്ടിലൊക്കെ കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് അയച്ചു. അതുപോലെ ഒരു മകൻ വിദേശത്തായി. അപ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് ഒറ്റപ്പെട്ടു പോകുന്നു എന്നാണ് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞത് എന്നോട്. അപ്പം ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യും. കുറച്ച് മെമ്മറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഇത്ര വേഗത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. 91 വയസ്സ് പ്രായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തായാലും പ്രക്ഷേപണ കലയുടെ ഒരു ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. അത്ര അവതരണത്തിലൊക്കെ തന്നെ അത്ര സംശുദ്ധിയും അക്ഷരശുദ്ധിയും ഒക്കെ പാലിച്ചിരുന്ന ഒരാളാണ്. എനിക്കൊക്കെ ഒരിക്കലും അനുകരിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ആളാണ് അദ്ദേഹം. കാരണം എനിക്ക് അനുകരിക്കാൻ ഏറെ താല്പര്യമുള്ള, ഞാൻ 2 പേരെയാണ് ശബ്ദത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ഇന്ദ്രജാലം കണ്ട് മതിമറന്നു പോയിട്ടുള്ളത്. ഒന്ന് വി സാംബശിവൻ, ഒന്ന് രാമേന്ദ്രൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വി സാംബശിവൻ്റെ അസാധാരണമായ വൈഭവത്തെ നമുക്ക് ഒരിക്കലും അനുകരിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ രാമേന്ദ്രൻ ചേട്ടൻ്റെ ശബ്ദജാലം എന്ന് പറയുന്നത് ഒരു ഇന്ദ്രജാലം തന്നെയായിരുന്നു. ഒരിക്കൽ കൂടി 24-ൻ്റെ ആദരാഞ്ജലികൾ.